is sin. You mean to say that only God will punish him because of his sins? There is no deliverance of sins in Islam? ഒന്നാമതായി ജിഹാദ് ഇസ്ലാം സമാധാനവും ശാന്തിയുമാണ് പ്രബോധനം ചെയ്യുന്നതെങ്കിൽ ജിഹാദിൻ്റെ പ്രസക്തി എന്താണെന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. സത്യത്തിൽ ജിഹാദ് സുഹൃത്ത് മറ്റ് പലരെയും പോലെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ മേത്തർ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ മീഡിയകളും അതേപോലെ തന്നെ പ്രത്യേകമായ ഏറ്റവും അധികം ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ ഏറ്റവും പ്രകടമായ രൂപമാണ് ജിഹാദിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഹോളി വാർ എന്ന ലോകത്തൊരു ഡിക്ഷണറിയിലും അർത്ഥമില്ല. അറബി ഡിക്ഷണറിയിൽ ഞാൻ പറയണത്, ചിലപ്പോൾ ഇംഗ്ലീഷ് ഡിക്ഷണറികളിൽ ജിഹാദ് എന്നുള്ള പദം ട്രാൻസ്ലിട്രേഷനായിട്ട് കൊടുക്കുകയും ഹോളി വാർ ഓഫ് മുസ്ലിംസ് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ത്യാഗ പരിശ്രമം എന്നാണ് അർത്ഥം. അറബി പദത്തിന് ത്യാഗ പരിശ്രമം എന്നാണ് അർത്ഥം. ഒരാൾ സ്വന്തം ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് ഇസ്ലാം. താല്പര്യങ്ങളെയും ഇച്ഛയെയുമെല്ലാം ദൈവിക മാർഗത്തിൽ സമർപ്പിക്കുമ്പോൾ അയാൾ ജിഹാദ് ചെയ്യുകയാണ് സ്വന്തം ശരീരത്തോട്. അതേപോലെ തന്നെ ഇസ്ലാമിക പ്രബോധനം ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ആ ഇസ്ലാമിക പ്രബോധനം എങ്ങനെ നിർവഹിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വാൾ ഉപയോഗിച്ചിട്ടല്ല, ബോംബ് ഉപയോഗിച്ചിട്ടല്ല, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യുദ്ധ സാമഗ്രികൾ ഉപയോഗിച്ചിട്ട്. ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 125-ാമത്തെ വചനം, എങ്ങനെയാണ് ദൈവിക മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത്? ബിൽ ഹിക്മത്തി, അവരുടെ ബുദ്ധിശക്തിയെ പ്രവർത്തനക്ഷമമാക്കി കൊണ്ട്, ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, പിന്നെ എങ്ങനെയോ, പിന്നെ സതുപദേശങ്ങൾ മുഖേന, പിന്നെയോ വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, നല്ല രീതിയിലുള്ള സ്നേഹ സംവാദങ്ങൾ വഴി വാദപ്രതിവാദങ്ങൾ വഴി, ഇങ്ങനെയാണ് ദൈവിക മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത് എന്ന്. അഥവാ വാളിന് ഈ മതപ്രബോധനവുമായി യാതൊരു ബന്ധവുമില്ല. മതപ്രബോധനം പ്രചരണവുമായി വാളിന് യാതൊരു ബന്ധവുമില്ല. പരിശുദ്ധ ഖുർആനിലെ വളരെ വ്യക്തമായിട്ടുള്ള സൂക്തമാണ് ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ വചനം ഇവിടെ ഉദ്ധരിക്കപ്പെടുകയുണ്ടായി. എന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല, നിർബന്ധം പാടില്ല. ഒരാൾ നിർബന്ധിച്ച് ഒരാൾ മതം മാറ്റാൻ ശ്രമിച്ചാൽ അത് പരിശുദ്ധ ഖുർആനിന്റെ തത്വത്തിനെതിരാ. അപ്പൊ പിന്നെ എങ്ങനെ വാൾ ഉപയോഗിക്കും? എങ്ങനെ യുദ്ധമുണ്ടാകും? പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിൽ യുദ്ധം വരുന്നത്? തീർച്ചയായും ഇസ്ലാം യുദ്ധത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, യുദ്ധത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്. എപ്പോ? സ്വന്തം വിശ്വാസമനുസരിച്ച് ജീവിക്കുവാൻ സമ്മതിക്കാത്ത അവസ്ഥയുണ്ടാവുക, ആ വിശ്വാസ പ്രബോധനത്തിനുള്ള അവസരം നിഷേധിക്കപ്പെടുക, അതിനെ തടഞ്ഞു വെക്കുവാൻ രാജ്യവും ആ രാജ്യത്തിലെ ജനങ്ങളും സന്നദ്ധരാവുക. ഈ സമയത്ത് മുസ്ലിം സമൂഹത്തിന് സ്വന്തം വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതുവാൻ ഇസ്ലാം അനുമതി കൊടുക്കുന്നുണ്ട്. അവിടെ ആയുധമേന്തുവാൻ ഇസ്ലാം അനുമതി കൊടുക്കുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിന്, അതും സമൂഹമാണ് നിശ്ചയിക്കുക. അതും സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്, ആ രാഷ്ട്രത്തിന്റെ അമീറിനാണ് ഇത് നിശ്ചയിക്കുവാനുള്ള കടമ തന്നെ, ആ നിശ്ചയിക്കുവാനുള്ള ഉത്തരവാദിത്തം തന്നെ ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. ആദ്യ കാലഘട്ടത്തെ 13 കൊല്ലക്കാലം എല്ലാ പീഡനങ്ങളും താടനങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ജീവിച്ച നമുക്കറിയാം മക്കയിൽ. എന്നിട്ട് മക്കയിൽ നിന്ന് പലായനം ചെയ്ത്, സ്വന്തം ജനിച്ച് വളർന്ന മണ്ണിൽ നിന്ന് പലായനം ചെയ്ത് മറ്റൊരു നാട്ടിൽ പോയി, ആ നാട്ടിൽ സുന്ദരമായ ഒരു ഇസ്ലാമിക സമൂഹം വളർന്നു വരുമ്പോൾ അവിടെയും തകർക്കുവാൻ ചെന്നപ്പോഴാണ് ഇസ്ലാമിൽ യുദ്ധം, പ്രതിരോധം ത്തിനുള്ള ആയത്തുകൾ ഇറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഇസ്ലാം ഒരിക്കലും തന്നെ ഈ രൂപത്തിലുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അതല്ല, ഖിതാലല്ല. ഖിതാല് തന്നെ ജിഹാദിന്റെ ഭാഗമാണ്. എന്ത് യുദ്ധം? ആ യുദ്ധം ജിഹാദിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ജിഹാദ് വ്യത്യസ്ത ഘട്ടങ്ങൾ, വ്യക്തിയുടെ ജീവിതത്തെ പരിശുദ്ധമാക്കുന്നത് മുതൽ ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കുന്നത് മുതൽ എല്ലാം ജിഹാദാണ്. ആ പ്രബോധനത്തിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളെല്ലാം ജിഹാദാണ്. പക്ഷേ
എപ്പോഴെങ്കിലും ആ പ്രബോധനം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും സമ്പൂർണ്ണമായി തടയപ്പെടുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിന് അതിനെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. സത്യത്തിൽ എന്താണ് പൂർണ്ണമായ അഹിംസ എന്നുള്ളത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? പൂർണ്ണമായ അഹിംസ എന്നുള്ളത് പ്രതിരോധിക്കേണ്ട സമയത്ത് എങ്ങനെ പ്രതിരോധിക്കണം? ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗത്തെ നീക്കുവാൻ വേണ്ടി ചിലപ്പോൾ ആ കത്തിയെടുക്കേണ്ടി വരും. ക്യാൻസർ മുറിച്ചു കളയാൻ, ഒരു ട്യൂമർ മുറിച്ചു കളയാൻ, അതല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ നീക്കിക്കളയാൻ നമ്മൾ സർജറി നടത്തേണ്ടി വരും. അവിടെ ആ സർജറി എന്നുള്ളത് രോഗിയോടുള്ള സ്നേഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് സ്വാഭാവികമായി ഇപ്പോൾ സ്വന്തം പിന്നെ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, ഇതെല്ലാം സുന്ദരമായ മുദ്രാവാക്യങ്ങളാണ്. ശത്രുവിനെ സ്നേഹിക്കേണ്ടതുണ്ട്. പക്ഷേ ആ ശത്രു ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഒരു അബദ്ധം ചെയ്യുമ്പോൾ, ഒരു അധാർമികത ചെയ്യുമ്പോൾ പരമാവധി അതിനെ തടഞ്ഞു നിർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു അധാർമികത ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സ്വന്തം മുന്നിൽ വെച്ച് ഒരാൾ പിന്നെ ആരെയെങ്കിലും നമ്മുടെ സഹോദരിയെ മാനഭംഗപ്പെടുത്തുകയാണ് എന്ന് വിചാരിക്കുക. അഹിംസയുടെ ആളുകൾക്ക് ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുവാൻ പറയുന്ന ആളുകൾക്ക് കയ്യും കെട്ടി മറ്റേ സഹോദരിയെ കൂടി അയാൾക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കുമോ? തീർച്ചയായും ഇല്ല. എന്താ? പിടിച്ചു വെക്കണം, അതിനെ പ്രതിരോധിക്കണം, അതിനെ പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് മാനവികത പറയുന്നു. ഇതേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഇസ്ലാം ഒരിക്കലും തന്നെ വെറുതെ നടക്കുന്ന ഒരു ഐഡൽ വർഷിപ്പറെ അയാളെ പോയിട്ട് പിന്നെ കൊന്നുകളയണമെന്നോ അയാളോട് യുദ്ധം ചെയ്യണമെന്നോ ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പഠിച്ച ആരും അങ്ങനെ മനസ്സിലാക്കിയിട്ടുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ചിലർക്ക് ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് വരുത്തി തീർക്കേണ്ടത് ആവശ്യമാണ്. അതവരുടെ കച്ചവട തന്ത്രങ്ങൾക്ക് ആവശ്യമാണ് ഇസ്ലാമിനെ തകർക്കേണ്ടത്. കാരണം ലോകത്തുള്ള മുന്നോട്ടുള്ള മുതലാളിത്തത്തിന്റെ പ്രയാണത്തിൽ അവരുടെ കച്ചവട തന്ത്രങ്ങൾ സ്നിഗ്ധമാക്കുന്ന, അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണല്ലോ മുതലാളിത്തത്തിന് കച്ചവട തന്ത്രങ്ങളായിട്ടുള്ളത്. ഒന്നെന്താ? ഒന്ന് പിന്നെ സ്ത്രീ, അത് അവളുടെ സൗന്ദര്യത്തെ, സ്ത്രീ സൗന്ദര്യത്തെ കച്ചവട ചരക്കാക്കുകയും വിൽപ്പന ചരക്കാക്കുകയും മോഡലാക്കുകയും പരസ്യ വസ്തുവാക്കുകയും ചെയ്തുകൊണ്ട് അതിലൂടെ കച്ചവടത്തെ സ്നിഗ്ധമാക്കാം. രണ്ടാമത്തേത് ലോട്ടറി. ഈ രണ്ടെണ്ണത്തിനും എതിരാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വികൃതമായി അവതരിപ്പിക്കേണ്ടത് ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ബാധ്യതയായി അവർ ഏറ്റെടുക്കുകയും 20ാം നൂറ്റാണ്ടിന്റെ ആയുധം എന്നറിയപ്പെടുന്ന, ആയുധം എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ള മീഡിയ എന്ന ആയുധത്തെ ഇസ്ലാമിനെതിരെ തിരിച്ചു വെക്കുകയും ചെയ്തതുകൊണ്ട് ഉള്ള അബദ്ധധാരണ മാത്രമാണ് ജിഹാദിനെ കുറിച്ചുള്ള അബദ്ധധാരണ. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് സുഹൃത്ത് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പാരാമെഡിക്കൽ സ്റ്റുഡൻ്റാണ്. വേദിയിലിരിക്കുന്ന ബഹുമാനെ വെച്ച് നോക്കുമ്പം ജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും എനിക്കറിയില്ല. എങ്കിലും ജസ്റ്റ് എനിക്ക് എൻ്റെ അറിവിലേക്ക് വേണ്ടി മാത്രം ഞാൻ ചോദിക്കുകയാണ്. അതിനു മുമ്പൊന്ന് പറയട്ടെ, ഞാൻ ഖുർആൻ വായിച്ചിട്ടില്ല. എനിക്ക് ഖുർആനെ പറ്റി സംശയങ്ങളൊന്നും ചോദിക്കാൻ അറിയില്ല. അതുപോലെ ഹിന്ദുക്കൾ, ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ, ഭഗവത്ഗീത വായിച്ചിട്ടില്ല, വേദങ്ങൾ വായിച്ചിട്ടില്ല, അതിനെപ്പറ്റി ഒന്നും ചോദിക്കാൻ അറിയില്ല. എങ്കിലും ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, മനുഷ്യന് ജീവിക്കാൻ വേണ്ടി പുതിയ നിയമത്തിൽ, അതായത് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ യേശുക്രിസ്തു, എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന യേശുക്രിസ്തു ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുള്ള മാർഗരേഖയേക്കാൾ ഒരു പടിയെങ്കിലും സുപ്പീരിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് വിശുദ്ധ ഖുർആനിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഒന്നുകൂടെ ചോദിക്കുകയാണ്. മനുഷ്യനെ ജീവിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന യേശുക്രിസ്തു ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുള്ള മാർഗരേഖയേക്കാൾ ഒരു പടിയെങ്കിലും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പോയിന്റ് ഖുർആനിൽ ഉണ്ടെങ്കിൽ അത് എന്താണ്? എൻ്റെ അറിവിലേക്കാണ് ചോദിക്കുന്നത്, വേറെ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. താങ്ക് യു. സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്, എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ക്രിസ്തു യേശു, ആ ക്രിസ്തു യേശു ജീവിതത്തിൻ്റെ മാർഗദർശനമായി ചൂണ്ടിക്കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി മാനവ ജീവിതത്തിനു വേണ്ടി എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമോ എന്നാണ്. ക്രിസ്തു യേശു എന്ത് പഠിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. സുഹൃത്ത് പറഞ്ഞല്ലോ, പുതിയ നിയമത്തിൽ ക്രിസ്തു യേശു ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ജീവിത രീതിയുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞത്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവനെന്ന്. ഏകസത്യ ദൈവമായ നിന്നെ അറിയണം, നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയണം. ഇത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലെ 17-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമതായി ദൈവത്തെ അറിയണം, ദൈവത്തിൻ്റെ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയണം.
പിന്നെ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കുകയില്ല. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനമാണ്. എന്താ? യേശു ക്രിസ്തു വെളിച്ചമാണ്. ഈ വെളിച്ചത്തെ അനുഗമിക്കുകയാണ് വേണ്ടത്, അദ്ദേഹത്തെ പിന്തുടരുകയാണ് വേണ്ടത്. തീർച്ചയായും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു പിന്തുടരപ്പെടേണ്ട ഒരു പ്രവാചകനാണ് എന്നാണ്, യാതൊരു സംശയവുമില്ല അതില്. പക്ഷേ യേശു ക്രിസ്തുവിന്റെ ജീവിതം എവിടെ പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു? സുഹൃത്ത് ചോദിച്ചല്ലോ.